എടാ, ഞാനൊരു കാര്യം ചോദിച്ചാ നിനക്ക് ബുദ്ധിമുട്ടാവരുത്. അതൊരു മഹാസംഭവമാണല്ലോടാ. നീ ഒരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാൻ എന്താ ഇത്ര കുഴപ്പം പിടിച്ചൊരു സംഭവം? ഞാനൊന്ന് കേക്കട്ടെ. അത് എന്റെ കാര്യം വീണയോട് പറഞ്ഞപ്പോ വീണ എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ നീ അങ്ങനെ ചോദിക്കാൻ? കുറച്ചു മുമ്പേ ഞാൻ നിന്നെ തിരക്കി വീട്ടിൽ പോയിരുന്നു. അപ്പോ വീണയെ കണ്ടു. വീണയുടെ മറുപടി എന്താണെന്നറിയാൻ ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചു. എന്നിട്ട് വീണ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മുഖം തിരിച്ചു നടന്നു പോയതുകൊണ്ട് എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ. എന്നിട്ട് അതോടെ നീ തീരുമാനം അങ്ങ് മാറ്റി? അല്ലടാ, ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. മതിയടാ, ഇതിന്റെ പേരിൽ ഓവർ സെന്റിമെന്റ്സിനൊന്നും നിനക്ക് അർഹതയില്ല. പിന്നെ വീണയുടെ കാര്യമാണെങ്കിൽ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം അവളില് വല്ലാത്തൊരു മാറ്റമുണ്ട്. അവള് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരിക്കുന്നതോ മുത്തശ്ശിയെ വല്ലാതെ സ്നേഹിക്കുന്നതോ ഞാനും അമ്മാവനും കണ്ടിട്ടേയില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് മുത്തശ്ശിയെ വലിയ ഇഷ്ടമായിരുന്നു എന്നാ തോന്നുന്നത്. മുത്തശ്ശി മരിച്ച ദിവസം മുതൽ അവള് പലപ്പോഴും തനിച്ചിരിക്കുന്നത് കാണാം, കണ്ണ് നിറഞ്ഞിരിക്കുന്നതും കാണാം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു ഉത്തരവില്ല, വെറും ഒരു മൂളല് മാത്രം. അതങ്ങനെയാടാ. ചിലര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ പെട്ടെന്നങ്ങ് പൊരുത്തപ്പെടാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസം കൂടെ അങ്ങ് ക്ഷമിക്കുക. അവളുടെ മനസ്സ് നേരെയാവുമ്പോൾ ഇതിനുള്ള മറുപടി ചോദിക്കുകയും ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിനക്കങ്ങ് പിടിച്ച് തരികയും ചെയ്യാം. എന്നാലും പെട്ടെന്ന് വന്ന ഭാവമാറ്റം കണ്ടോ? ഒരു നിരാശാകാമുകന്റെ. അത് ഗംഭീരായിട്ടുണ്ട്. നിനക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിന്റെ അവസ്ഥ അത് തന്നെയല്ലേ? എടാ, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചാലേ അത് വൃത്തിയായിട്ട് അങ്ങ് തീർക്കണം. അല്ലാതെ അടുത്തയിലോട്ട് തുടക്കം ഇടരുത്. അല്ലെങ്കിൽ തന്നെ എന്റെ നിരാശയ്ക്ക് എന്താ വില? പണ്ട് കൊച്ചു പിള്ളേരെ ആകാശത്തിലെ മഴവില്ല് കണ്ടിട്ട് അതിനെ താഴെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കും. മാനം തെളിയുമ്പോൾ മഴവില്ലങ്ങ് പോവും. ആരൊക്കെ പോയാലും ഹരിയെ വിട്ടു പോവാത്ത ഒന്നേ ഈ ലോകത്തുള്ളൂ, മനസ്സുകൊണ്ട് സ്നേഹിച്ച എന്റെ മണ്ണ്. അതിലിറങ്ങി പണിയുമ്പോ കിട്ടുന്ന സുഖമൊന്നും ലോകത്ത് ഒരു മഴവില്ലിനും ഇല്ലടാ. ശരവണ, 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 റിലാക്സ് 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 റിലാക്സ്. ഇവിടെ ഇപ്പോ ആരുമില്ലല്ലോ. ഇല്ലേ? ആരാവത് വേണമാ? ശരവണ ഇരിക്കെ. എനിക്ക് ശരവണനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ മാഡം? നിന്റെ സാറിന് സ്ത്രീകളോടെന്താ ഇത്ര വിരോധം? ഒരാളോടല്ല, എല്ലാ സ്ത്രീകളോടും വിരോധമുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് தெரியாத മാഡം. അത് ഞാൻ വിശ്വസിക്കില്ല. ജീവന്റെ എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കുന്നത് നീയാ. ജീവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് ശരവണന് വ്യക്തമായിട്ട് അറിയാം. എന്തിന്? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പോലും എത്രമാത്രം അയാൾ ദ്രോഹിക്കുന്നുണ്ടെന്ന് ശരവണൻ അറിയില്ലേ? മാഡം, நான் இங்க സർവന്റ് மட்டும்தான். വെറും സെർവന്റ് അല്ല, ജീവനെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാ. പറ. മാഡം, മാഡം പോങ്ക മാഡം, എനിക്ക് ഭയമാ ഇருக்கு. ഭയം വരണമെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണമാ ചോദിച്ചത്. എനിക്കൊന്നും തെരിയില്ല മാഡം. ജീവൻ ഈ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ ഞാൻ ജീവന്റെ അമ്മയെ അറിയിച്ചാലോ? സ്വന്തം മകൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് കഴിച്ചു കൂട്ടുന്ന അമ്മ അത് സഹിക്കോ ശരവണ? അപ്പടിയൊന്നും പണ്ണാതെ മാഡം. ജീവൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാല് അത് ചിലപ്പോ അവന്റെ അമ്മ ക്ഷമിക്കും. കാരണം ജീവൻ അവരുടെ മകനാ. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ജീവന്റെ കൂട്ടാളി നീയാണെന്ന് മാഡത്തിനോട് പറഞ്ഞ ആ നിമിഷം അവര് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അത് വേണോ? അമ്മ അപ്പടിയൊന്നും പണ്ണക്കൂടാതെ. എനിക്ക് വീട് നാട് എല്ലാം இந்த குடும்பத்தான். പോകാൻ വേറെ ഇടമില്ല.
എങ്കിൽ പറ, ജീവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? മാഡം വേറെ യാരോടും ചൊല്ലക്കൂടാതെ. ഇല്ല, ശരവണനെ എന്നെ വിശ്വസിക്കാം. அது வந்து ஒரு பெரிய கதை. ஜீவன் சாருக்கு ஒரு 10 வயசு இருக்கு. அப்ப நடந்த ஒரு சம்பவம். சுஜாதா மேடத்துக்கு ஒரு பிரதர் இருந்தாச்சு. அவரை பேரு பவித்ர. அவரு வேற ஒரு டைப் மேடம். அவருக்கு ஃப்ரெண்ட்ஸு கிடையாது. குடும்பத்துக்குள்ள கூட அவர் ஆள் ஒரு தனி ஆளாத்தான் இருந்து, யாரோடும் அதிகமா பேசாத ஒரு ஆளாத்தான் இருந்து. அவரை எல்லாரும் களியாக்கும், கூட்டத்தில் சேராதவருந்தெல்லாம் சொல்லிட்டு இருந்து. அவரை பார்த்தாலே ஒரு பழஞ்ச மாதிரி தான் இருந்து. ஆனாலும் அவரை தேடி ஒரு நாள் ஒரு பொண்ணு வந்தாச்சு. அழகான ஒரு பொண்ணு. அந்த பொண்ணு கொஞ்சம் மாடர்னா தான் இருந்து. அந்த பெண்ணுக்கு எப்படி பவித்ர சாரோட இஷ்டம் தோணின்னு யாருக்குமே தெரியாது. ஆனா அதுக்கப்புறம் எல்லாமே திடீர்னு சேஞ்ச் ஆயிடுச்சு. அவர் சிரிக்க ஆரம்பிச்சு, எல்லாரோடும் பேச ஆரம்பிச்சு. எப்ப பார்த்தாலும் அவரோட முகத்து சந்தோஷம் தான். എന്നിട്ട് பவித்ர சாருக்கு பெரிய சேலரி இருந்தாச்சு. அந்த சேலரியும் வீட்டில் இருந்த பணம் எல்லாம் அவர் அந்த பெண்ணுக்காக செலவழிச்சு. அந்த பொண்ணுக்கு ட்ரெஸ் வாங்கி கொடுத்தாச்சு, ஆர்னமெண்ட்ஸ் எல்லாம் வாங்கி கொடுத்தாச்சு. எங்க போனோம் அங்க எல்லாம் கூட்டிட்டு போயாச்சு. എന്നിട്ട് അവര് വിവാഹം കഴിച്ചോ? இல்ல மேடம், கொஞ்ச நாள் கழிஞ்சு பவித்ர சாரோட கையிலிருந்து எல்லாம் வாங்கி எடுத்துட்டு அவரு வேற ஒரு ஆளுக்கிட்ட போயாச்சு. போட்டுமே. ஆனா அந்த டைம்ல ஜீவன் சாருக்கு வந்து எல்லாமே அந்த அங்கிள் தான். சுஜாதா மேடத்தைக்காலும் ரகு சாரைக்காலும் அவருக்கு அந்த அங்கிள் தான் பிடிக்கும். எல்லாம் போயாச்சு மேடம். அந்த பொண்ணு போயதுக்கு அப்புறம் அவர் ஒரு வாட்டி கூட யாரோடும் பேசாம ஆயிடுச்சு. உண்ணாம உறங்காத அப்படியே ரொம்ப நாள் போயிடுச்சு. அதுக்கப்புறம் ஒரு நாள் ஜீவன் சாரு അങ്കിളോടെ മുറിയിലേക്ക് ചെന്നപ്പോ അയ്യോ അമ്മാവാ அதுக்கப்புறம் மேடம் ஜீவன் சார் இப்படி ஆயிடுச்சு. இப்ப கூட அந்த அங்களோட நினைவு தான் அவரோட மனசு இருக்கு. அந்த மாதிரி எது பெண்ணை பார்த்தாலும் ஜீவன் சாருக்கு அதுதான் ஞாபகம் வரும். ஜீவன் சாரோட மனசு அது போகாத மேடம். காரணம் அந்த மனுஷன் சாருக்கு உயிராயிருந்தது. മിടുക്കി. കയ്യക്ഷരം കൂടി നന്നാക്കി എടുത്താലുണ്ടല്ലോ നീന് മോള് പെർഫെക്റ്റ് ആവും. കയ്യശ്ശേരി ഇപ്പൊ നന്നാക്കി എടുത്തതല്ലേ? ആ, കുറച്ചൊക്കെ നന്നാവുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആക്കണം. അപ്പൊ പിന്നെ ഇനി നാളെ ചേച്ചി പോട്ടെ. നാളെ വരുമ്പോ ചെമ്പപ്പൂ കൊണ്ടുവന്നേ. അത് നീ എന്നും ഓർമ്മിപ്പിക്കൊന്നും വേണ്ട. നിത്യ ചേച്ചി വരികയാണെങ്കിൽ മീനുകൾക്കുള്ള ചെമ്പകപ്പൂ ഉണ്ടാവും. ഞാൻ പോട്ടെ. തനിക്ക് ശമ്പളം വേണ്ടേ?
ദാ ശമ്പളം നമ്മൾ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ 1000 രൂപ കൂടുതലുണ്ട്. അയ്യോ അത് വേണ്ട സർ, പറഞ്ഞ പണം മതി. കയ്യിലിരുന്നോട്ടെ. ഇനിയിപ്പോ മോൾക്ക് എക്സാം ഒക്കെ വരികയല്ലേ, കുറച്ച് കൂടുതൽ നേരം അവളുടെ ഒപ്പം ഇരിക്കേണ്ടി വരും. അതില് നമുക്ക് കണക്കൂട്ടാം. നീനുമോള് ഇപ്പൊ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. എനിക്കറിയാം, നിത്യയുടെ ക്ലാസ് അവള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിത്യയുടെ കാര്യത്തില് ഞാനും ഹാപ്പിയാണ്. അല്ല, ഇക്കാലത്തെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്താനാണല്ലോ പ്രയാസം. പിന്നെ നിത്യക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ല സാമ്പത്തികമായിട്ടോ മറ്റോ, ഒരു മടിയും കൂടാതെ ചോദിക്കണോട്ടോ. വേണ്ട സർ, അങ്ങനെ ഒരാവശ്യം എനിക്കില്ല. ഇറങ്ങിക്കോട്ടെ. അച്ഛാ, എന്താ മോളെ? അച്ഛൻ എന്ത് നോക്കി നിക്കോ? ഒന്നുമില്ല മോളെ. മോള് പുസ്തകമൊക്കെ എടുത്ത് വെച്ച് അകത്തോട്ട് ചെല്ലും. ഇതെന്താ മോളെ? ഇതെന്തായിരിക്കും അച്ഛൻ പറ. ഇത് പണമല്ലേ? ഇതിന്റെ ആദ്യത്തെ ശമ്പളം. ഒരുപാടൊന്നുമില്ല, 3500 രൂപ. അച്ഛനിത് വാങ്ങിച്ചേ. ആദ്യത്തെ ശമ്പളം അതെത്ര ചെറുതായാലും നീ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അച്ഛന് സന്തോഷ. അതിനേക്കാളേറെ തൊഴിലിന് നീ കൊടുക്കുന്ന വിലയിൽ. അച്ഛനിത് വാങ്ങിച്ചു, കുട്ടിക്ക് സന്തോഷമായില്ലേ? ആയി. സത്യം പറഞ്ഞ എനിക്ക് കുറെ കൂടി വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കുറെ കൂടി പഠിച്ചിട്ട് ഒരു വലിയ ജോലിക്ക് കിട്ടി ആദ്യത്തെ ശമ്പളം അച്ഛന്റെ കൈ നിറയെ വെച്ച് തരണമെന്ന്. ഒരു കല്യാണക്കാര്യം കൊണ്ടുവന്ന് അച്ഛനൊക്കെ തകർത്തൂല്ലേ? അയ്യോ, ഞാനങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. കുറച്ച് ചുരുങ്ങിയായാലും എന്റെ ആഗ്രഹം സാധിച്ചല്ലോ. ആ കൈ ഇങ്ങോട്ട് നീട്ട്. എന്തിനാ അച്ഛാ? ഇതെന്റെ കുട്ടിയുടെ അധ്വാനത്തിന്റെ കൂലിയാ. മോൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ചെലവാക്കിക്കോ. എനിക്ക് എന്താ അച്ഛ പ്രത്യേകിച്ച് ചെലവ്? എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. എന്നാലും അച്ഛനോട് പറയാൻ പറ്റാത്ത ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അച്ഛനോട് പറയാത്ത ഒരു ആഗ്രഹവും എന്റെ മനസ്സിലില്ല. ഞാനെന്തിനാ ജോലിക്ക് പോയത്? കല്യാണത്തിന് മുൻപ് അച്ഛൻ എന്റെ കല്യാണം നടത്തുന്നതിലേക്ക് ഒരു ചെറിയ തുകയെങ്കിലും അച്ഛന്റെ കയ്യിൽ വെച്ച് തരാൻ. ഇത് അച്ഛനുള്ളതാ, അച്ഛൻ തന്നെ ഇത് കയ്യിൽ വെച്ചോ. അതെന്താ ഞാൻ കാശ് തരുമ്പോ ഇതുവരെ ഇല്ലാണ്ടിരുന്നൊരു കരച്ചിലിപ്പോ? ഒന്നുമില്ല മോളെ, നീ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കാണാൻ നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിക്കായിരുന്നു. അമ്മ സന്തോഷിക്കായിരുന്നു എന്ന് പറയാ, എന്നിട്ട് അച്ഛൻ സങ്കടപ്പെടുക. ഇതൊന്നും ശരിയല്ല കേട്ടോ. അച്ഛൻ ഈ പണം കൊണ്ടുപോയിട്ട് അകത്ത് വെക്ക്.
അലുവയാണോ അച്ഛനും മോളും കൂടെ നിധി പോലെ അവിടെ കിടന്ന് തട്ടി കളിച്ചത്? പക്ഷേ പലതുള്ളി പെരുവെള്ളമെന്നാ. കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്ന് വെച്ച് ഈ മേശവലിപ്പങ്ങ് നിറയും. അതെന്തായാലും വേണ്ട. ഈ കാശ് കല്യാണത്തിന് ഉപകരിക്കില്ല. എന്താടാ നിന്റെ കയ്യില്? ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് എവിടുന്നാടാ ഇത്രയും പണം? അതൊക്കെ എന്തിനാ അമ്മാവനോട് പറയുന്നേ? നീ എന്താ പണം അച്ചടിക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അമ്മാവാ. അപ്പൊ പിന്നെ എവിടുന്നാ ഈ പണം കിട്ടിയെന്നാ ചോദിച്ചേ. എവിടുന്നാ നീ ഇതെടുത്ത്? എനിക്ക് എന്റെ അമ്മ തന്നതാ. സംശയം ഉണ്ടല്ലേ അമ്മാവൻ അമ്മയോട് ചോദിച്ചു നോക്കിക്കോ. അതെ, അവൻ ഇതുവരെ പട്ടിണിയൊന്നും കിടന്നിട്ടില്ല, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുമില്ല. കാശ് കണ്ട മഞ്ഞളിക്കുന്നവനൊന്നും അല്ല അവൻ. കയ്യിൽ ഒരുപാട് പൈസ കണ്ടാ പിന്നെ ചോദിക്കണ്ടേ? ഏട്ടൻ ചോദിച്ച രീതിയൊക്കെ എനിക്ക് മനസ്സിലായി. അവൻ എന്ത് സങ്കടത്തിലാ നടക്കണേന്ന് ഏട്ടനറിയോ? പാവത്തിന്റെ മനസ്സ്. അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയാ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നത്. പിന്നെ എന്റെ മോൻ സന്തോഷിക്കുന്നത് ഇവിടെ ആർക്കും കണ്ടുവിടല്ലോ. അച്ഛനില്ലാത്ത കുട്ടിയാ. അമ്മാവന്മാരാ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത്. പക്ഷെ ഇവിടെയോ അമ്മാവന്മാര് കൊല്ലാനല്ലേ നിൽക്കുന്നത്. എന്റെ വിധി. നളിനി, വേറെ ആരോ ആണ് നമ്മുടെ വിധി എഴുതുന്നതെന്ന് ഒരു പറച്ചിലുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മുടെ വിധി നമ്മൾ തന്നെ എഴുതുന്നത്. നീ നന്നായിട്ട് നടന്നാ നിന്നെ കുറിച്ച് ആളുകൾ നല്ലത് പറയും. നീ നിന്റെ സ്വഭാവം മാറ്റിയേക്ക്. അപ്പോ നമ്മൾ നിന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തോളാം. പക്ഷെ സ്വഭാവം നന്നായിട്ടേ ഇതൊക്കെ ഉണ്ടാവും. കുറച്ച് തുണയുള്ള ഒരുത്തനായിരുന്നു. ഏട്ടന്റെ കൂടെ വന്നപ്പോ അതും പോയി. ഇതെന്നാ മാസ്ക്? കൊറോണ പോയില്ല. ഇത് പിടിക്കണം. നമ്മള് നിത്യയുടെ വീട്ടിലേക്കാ. അതുക്ക് ഇതെതുക്ക്? നമ്മളിപ്പോ പോകുന്നതേ അവിടെയുള്ളവര് നമ്മളെ കാണാനല്ല, നമ്മൾ അവരെ കാണാനാ. അയ്യാ പുരിയല്ലേ? എടാ, പകൽവെട്ടത്തിൽ നമ്മൾ കാണുന്നതല്ല ഒരാളുടെ യഥാർത്ഥ സ്വഭാവം. അപ്പടിയാ? എല്ലാം കഴിഞ്ഞ് അയാൾ അയാളുടേത് മാത്രമായ റൂമിലെത്തുമ്പോഴായിരിക്കും അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നത്. പെൺകുട്ടികള് കാമുകന്മാരെ വിളിക്കുന്ന സമയം ഇത്. അയ്യാ, അത് എപ്പോഴും വിളിക്കുമല്ലോ. എടാ, അത് നോർമൽ. കാമുകന്മാരോട് ഏറെ നേരം സംസാരിക്കുന്ന പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് രാത്രിയായിരിക്കും, തന്റെ മുറിയിൽ തനിച്ചുള്ള സമയം. എന്നയ്യാ, അന്ത പൊണ്ണുക്ക് അപ്പടിയൊന്നും കിടയാതെ. അത് വന്നൊരു ഇന്നസെന്റ്. ഇന്നസെന്റ് ആണോ അല്ലയോന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. നീ വാ. അമ്മ തിരിച്ചെത്തും മുമ്പ് എല്ലാം ഫിനിഷ് ചെയ്യണം. ഇന്ന് രാത്രി ഇപ്പൊ അവളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ കണ്ടെത്തും. ശബ്ദം ഉണ്ടാക്കാതെ എൻ്റെ ഒപ്പം വന്നോണം. ഇട മാസ്ക്. கடவுளே, அந்த பொம்பளை மோசமானன்னு இவனுக்கு புரியதுக்கு என்ன எதுக்கு இந்த கோலமெல்லாம் கட்டி வைக்கிறேன்? ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ വാടാ. പാത്രം